ഡൽഹിയിൽ ഇനി വണ്ടി ഓടിക്കണമെങ്കിൽ കയ്യിൽ ഇലക്ട്രിക് വാഹനം തന്നെ വേണം. ചരിത്രപരമായ പുതിയ EV നയത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഡൽഹി സർക്കാർ. 2026 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ നിയമം വഴി പെട്രോൾ, ഡീസൽ, CNG വാണിജ്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ഘട്ടങ്ങളായി പൂർണ്ണമായും നിർത്തലാക്കും. 2027 ജനുവരി 1 മുതൽ പുതിയ ഓട്ടോകളും ചരക്ക് വണ്ടികളും മാത്രമേ ഡൽഹി രജിസ്റ്റർ ചെയ്യാനാകൂ. അതിലും വലിയ മാറ്റം 2028 ഏപ്രിൽ 1 അന്നു മുതൽ പുതിയ പെട്രോൾ, CNG ഇരുചക്ര വാഹനങ്ങളിലൂടെ രജിസ്ട്രേഷൻ പൂർണ്ണമായും നിർത്തും. പകരം ഇലക്ട്രിക് 2 വീലറുകൾക്ക് മാത്രമായിരിക്കും രജിസ്ട്രേഷൻ. മാറ്റത്തിനൊപ്പം ജനങ്ങളെ സഹായിക്കാൻ വമ്പൻ സബ്സിഡികളാണ് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് 30,000 രൂപ വരെയും ഓട്ടോകൾക്ക് 50,000 രൂപ വരെയും വലിയ ട്രക്കുകൾക്ക് 1,00,000 രൂപ വരെയും സാമ്പത്തിക സഹായം നേരിട്ട് ലഭിക്കും. പഴയ വണ്ടികൾ പൊളിച്ച് പുതിയ EV വാങ്ങുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും റോഡ് നികുതി രജിസ്ട്രേഷൻ ഫീസ് ഇളവുകളും തുടരും. 7,000 കോടിയുടെ ഈ ബൃഹത് പദ്ധതി വഴി നഗരത്തിലുടനീളം 23,000 ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കാനും സർക്കാർ പദ്ധതിയിടുന്നു. പുക മലിനീകരണം പൂർണ്ണമായും തുടച്ചു നീക്കി ഡൽഹിയെ ഹരിതാഭമാക്കാനാണ് ഈ നീക്കം.